നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കിടിലൻ സ്മൂത്തിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചൂടുകാലമാണല്ലോ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 3 വ്യത്യസ്ത രീതിയിലുള്ള സ്മൂത്തിയാണിത്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ സ്മൂത്തിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഡീഹൈഡ്രേഷനൊക്കെ നല്ലതാണ്. നമ്മൾ ഈ ഒരു സീസണിൽ ഇതുപോലത്തെ സ്മൂത്തിയൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 3 തരത്തിലുള്ള സ്മൂത്തിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഓട്സും ഡേറ്റ്സും കൂടെ ഉള്ള ഓട്സ് ഡേറ്റ് സ്മൂത്തി, അതുപോലെ തന്നെ സ്ട്രോബെറി ബനാന സ്മൂത്തി, പേരക്ക ബനാന സ്മൂത്തി, അങ്ങനെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മൂത്തിയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ 3 സ്മൂത്തി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സ്മൂത്തി പേരക്ക ബനാന സ്മൂത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്മൂത്തിക്ക് നല്ല തിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ ഐസ് ക്യൂബ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനിയിപ്പോൾ അധികം നല്ല തണുപ്പൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സും ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള പേരക്കയാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത പേരക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇടാം. അപ്പോൾ പേരക്കയും ബനാനയും ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് അതിലേക്ക് 2 ഏലക്ക ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏലക്ക അതിൽ വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരിക. അപ്പോൾ 2 ഏലക്ക ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂണ് ഷുഗർ. അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ അധികം മധുരം ചേർക്കണില്ല. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഷുഗർ ചേർക്കാം. പിന്നെ പഴത്തിനൊക്കെ അത്യാവശ്യം നാച്ചുറലായിട്ട് തന്നെ മധുരം ഉള്ളതാണ്, അതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കണില്ല. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയിട്ട് ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സബ്ജ സീഡ്സ് ഇവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു തരം തുളസിൻ്റെ വിത്താണ്. നമ്മുടെ നാട്ടിൽ ഇതിന് കസ്കസ് എന്ന് പറയും, സബ്ജ സീഡ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡാണ്. നമ്മുടെ ബോഡിയൊക്കെ കൂളാക്കാനൊക്കെ നല്ലതാണിത്. അപ്പോൾ ഞാനിതൊരു ടേബിൾ സ്പൂണ് നമ്മുടെ സ്മൂത്തിയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ നമ്മളിത് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാം. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്തതും കൂടെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേരക്ക ബനാന സ്മൂത്തി നല്ല കളറിൽ നല്ലൊരു തിക്കായിട്ടുള്ള നല്ലൊരു സ്മൂത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്മൂത്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്മൂത്തി സ്ട്രോബെറി ബനാന സ്മൂത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബനാന ഇതേപോലെ തന്നെ ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 1/2 കപ്പോളം ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയും ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണിത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രോബെറി ബനാന സ്മൂത്തിയിലേക്ക് ഞാൻ മിൽക്ക് ആഡ് ചെയ്യണില്ല. ഞാൻ ചേർക്കാൻ പോകുന്നത് നല്ല കട്ട തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ചേർക്കാം.
നല്ല പുളിയുള്ള തൈര് ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് തൈര്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഷുഗർ. അത് വീണ്ടും അതുപോലെ തന്നെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് ചേർത്തിട്ടാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 പീസ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ട്രോബെറി ബനാന സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റാണിത്. സ്ട്രോബെറിയും യോഗട്ടും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് അതിനനുസരിച്ച് തണുപ്പിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഐസ് ക്യൂബ്സിന് പകരം വേണമെങ്കിൽ ഐസ് വാട്ടറും ചേർക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സബ്ജ സീഡും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. നമുക്കിപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്തിയാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്മൂത്തി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ഡേറ്റ് സ്മൂത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആപ്പിളും ഡേറ്റ്സും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. ഈ ഓട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഉള്ള ഓട്സും ചേർക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ കുക്ക് ചെയ്യാതെയുള്ള ഓട്സാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായി ഇതിലേക്ക് ഒരു 4 ബദാമും ഒരു 5 അണ്ടിപ്പരിപ്പും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പാല്, നല്ല തണുത്ത പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ഷുഗർ ചേർക്കണില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഇത് മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്മൂത്തി ആയിട്ടുള്ള ആപ്പിൾ ഡേറ്റ് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിലേക്കും ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ് ചേർക്കുന്നുണ്ട്. ഈ സബ്ജ സീഡ് നിങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ബോഡി കൂളാക്കാനും എല്ലാത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് അതും ഇതിലേക്ക് ചേർക്കാം കുറച്ച്. ഇതിലിപ്പോൾ ഓട്സ് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഓട്സ് ഉണ്ടാകുമ്പോൾ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല കിടിലനായിട്ടുള്ള 3 സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ നമുക്കൊന്ന് ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പലതരത്തിലും നമുക്ക് സ്മൂത്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ 3 സ്മൂത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.